ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ അത്താണി തന്നെ ഉണ്ട്. ആ സൈഡിലൊരു കട ഉണ്ട്. ആ കടയിൽ കയറി ഫുഡും കഴിച്ച് ദേ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം സമയം 1:35. ഇവിടെ പാർക്ക് ആൻഡ് സെൽ ഓൾ യൂസ്ഡ് വെഹിക്കിൾസ്. ഇവിടെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്, പ്രൈവറ്റ് വണ്ടികളാണ്. നമുക്കിനി ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിക്കാം. ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഗൈസ്, രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലെങ്കിൽ മുന്നോട്ട്, ബാക്കോട്ടില്ല, മുന്നോട്ട്. ചൂടെടുത്തിട്ട് എൻ്റെ അമ്മോ രക്ഷയില്ല. പുറത്തൊക്കെ ഇറങ്ങിയെന്ന് എന്നിട്ടും ചൂട്. ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് ഒരിഞ്ഞ ചൂട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കസ്റ്റമറായിട്ട് ബിവറേജ് കയറി എന്ന് പറയില്ലേ, ആ ബിവറേജ് ഇവിടെയാണ്. ഇതാണ് കേസ്, ഇതാണ്. കേരളത്തിൽ 80% ആൾക്കാർ മദ്യപിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പറഞ്ഞാണ്ട ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആയിക്കോട്ടെ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അത്താണിയിൽ വന്ന് കുപ്പിയും മേടിക്കുക, നേരെ പോവാ വീട്ടിലോട്ട്. പുറത്തുനിന്നൊക്കെ വന്നവർക്കേ ചായമാരൊക്കെ ഉണ്ടാവല. നാട്ടിൽ വന്ന് 2 അടിച്ച് ഓർക്കറച്ചിയൊക്കെ കൂട്ടി കഴിക്കണമെന്ന് കൊതിയുള്ള ടീമൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ്ടാ ഞാൻ കാണിച്ചത്. യെസ് ഗൈസ്, അങ്ങനെ CNG കത്തിച്ച് ഞാൻ ആലുവയിലെത്തിയിരിക്കുകയാണ്. വേറെ ഓപ്ഷനില്ല ഗൈസ്, അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി വരെയൊക്കെ നിൽക്കേണ്ടി വരും. ഇവിടെ നിന്ന് രാത്രി ആവില്ല, അതിനു മുമ്പ് എവിടെയെങ്കിലും ട്രിപ്പ് കിട്ടുമായിരിക്കും. മാക്സിമം ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ പോസ്റ്റ് ആയിരിക്കും. ഇനി എന്തായാലും ഞാൻ ഒരു ട്രിപ്പ് വന്നിട്ട് ഇവിടെ നനക്കണുള്ളൂ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. കിട്ടി ഗൈസ്, പൊള്ളി. എടപ്പള്ളിയിലേക്കൊരു ട്രിപ്പ് ആലുവയെന്ന്. അടാ, ഇവിടെ വന്ന് നിന്നാൽ കിട്ടും. അല്ലാതെ നമ്മുടെ ഇവിടെ തന്നെ എയർപോർട്ടിൽ തന്നെ ഇടന്നിട്ടുണ്ടെങ്കിൽ രാത്രി ആയാലും ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. വെറുതെ അവിടെ 1 മണിക്കൂർ പോസ്റ്റ് അടിച്ച് ആ നേരം കൊണ്ട് കാലുവടി ഇവിടെ വന്നിരുന്നെങ്കിൽ ലോക്കലോടി പൈസ ഉണ്ടാക്കായിരുന്നു. അതല്ല നേരെ തന്നെ അല്ലേ? നേരെ തന്നെ. അതെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി കാട്ടി വന്നേക്കണേന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. അതാണ് ഞാൻ എയർപോർട്ടിലേക്കുള്ള ഓട്ടോ എടുക്കാത്തത്. വെറുതെ ഇല്ലേ പോസ്റ്റ് അടിച്ച് മരിക്കും. ഇതിലും വലിയ ദുരന്തം നമുക്ക് കിട്ടാനില്ല പൈസ. മോൻ പോയിക്കോ. ഇനി ഇതിനെ പിക്കേടാ. കസ്റ്റമർ ക്യാൻസൽ ആക്കുമോ? Guys, I reached, but here nobody is here ട്ടാ. ഗൈസ്, നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു. കസ്റ്റമർ ആദ്യമൊന്നും മിണ്ടിയില്ല, പക്ഷേ മാപ്പ് നോക്കി എൻ്റെ വഴി തെറ്റിപ്പോയി ഗൈസ്. ലാസ്റ്റ് കസ്റ്റമർ പറഞ്ഞ് മോനെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് മേഡം ഒരു കയ്യബദ്ധം, സോറി, മാപ്പ് ചതിച്ചതാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ വഴി പറഞ്ഞു. ഒരു ചെറിയൊരു ഇടവഴിയായിരുന്നു. അവർ വഴി പറഞ്ഞു നേരെ കയറി എടപ്പള്ളിയിലൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കമ്പനി ആയിരുന്നു കേട്ടോ. കമ്പനിയായി ഓടിയിട്ട് എത്ര രൂപ ഒപ്പിക്കലുണ്ട് ഡെയിലി, ഇതൊക്കെ ചോദിച്ചിട്ടാ. നല്ല ഹെവി ക്ലയൻസ് ആയിരുന്നു. മീൻസ് ഇത്തിരി റിച്ച് ക്ലയൻസ് ആയിരുന്നു, VIPs ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചി എന്തോ ചോദിക്കുന്നുണ്ട്. അതെ, ഞാനതല്ല മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്ക് ഞാൻ മേഡത്തിന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവസ്ഥയിൽ നിക്കണേ. അവിടെ വെച്ച് യൂബർ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ആര് വരാന്? 130 രൂപ എടുത്ത് വെച്ചിട്ടുണ്ടേ. അത് മതി. കേറ്റി വിടണം അകത്തോട്ട്. ഞാൻ കേട്ടി വിടാം. റോഡിലൊന്നും നോക്കിയാൽ പറ്റില്ല, എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വയ്യ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് വീട് ഇവിടെയാണോ? വീട് ഇവിടെ എങ്ങും അല്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു PWD. അത് കഴിഞ്ഞ്
മേഡം നിക്കണ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരവസ്ഥ. നടക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഈ മണ്ണ് ആയോണ്ടേ ഞാൻ അതുകൊണ്ട് നിർത്തി. കിടന്നതൊക്കെയാ. പിന്നെ ഈ ഇറങ്ങാതെയൊക്കെ വല്ലപ്പോഴും ഇറങ്ങുമ്പോഴേ 2 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളെ കേറി കണ്ടിട്ട് ഊബർ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ലുലു വരെ ബുക്ക് ചെയ്താ. ഇല്ല, വണ്ടി വരും. ലുലു വരെയാണെങ്കിലും വണ്ടി വരും. അതെ, വണ്ടി വരും. ഏത് നാട്ടുകാരനാ? ഞാനിവിടെ തന്നെയുള്ള കൊച്ചിയിലുള്ള. മേഡം എവിടെയാ സ്ഥലം? ഞാൻ ചോറ്റാനിക്കര താമസിക്കണേ. ചോറ്റാനിക്കര. അപ്പൊ ഇത് ലുലുലൊന്ന് കേറിയിട്ട് ഞാൻ പതുക്കെ വെയിൽ കണത്തിട്ട് അങ്ങ് ഒരു യൂബർ പിടിച്ച് തന്നെ പോകും. എനിക്ക് ഈ മെട്രോയിലൊന്നും കയറാൻ വയ്യ. ഇങ്ങോട്ട് ലുലുല്ലേ യൂബർ പിടിച്ച് തന്നെ വന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ലുലുന്ന്? ഇല്ലല്ല, ഞാൻ ഇവിടെ PWD ഹാളിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പെൻഷനേഴ്സിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിച്ച് ഇവിടം വരെ വന്നു. ഓട്ടോ ചാർജ് എത്ര കൊടുത്തു ലുലു മാളിൽ ഇവിടം വരെ? ലുലു മാളിൽ പോയില്ല, ഞാൻ ഇനി വേണം പോവാൻ. ഞാൻ PWD ഇങ്ങനെ പുറകിലല്ലേ, പത്തടി പാലം. അവിടെ നിന്ന് ഇവിടം വരെ അയാള് ഈ പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ കണ്ടിട്ടാണ് 30 രൂപയൊക്കെ വാങ്ങിയത്. അത് 1 കിലോമീറ്ററിന് അടുത്തുള്ളല്ലേ? ഓട്ടോയിന്നത് അവിടം വരെ ഇറങ്ങി. ലുലു ആയല്ലോ അല്ലേ? ഇല്ല, കാണുന്ന പാലമല്ലേ? പാലത്തിന്റെ. ഞാൻ കണ്ട് അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് മേഡം പോയപ്പോ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോ വണ്ടി ബുക്ക് ചെയ്തിട്ട് നിക്കണായിരിക്കും. വണ്ടി ബുക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നു. ബുക്ക് ചെയ്തിട്ട് നിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ കേറ്റൂലായിരുന്നു. കാരണം ഓൾറെഡി വണ്ടി വരുമല്ലോ. ഞാൻ ചോദിച്ചത്. അതെ. വെളിയിൽ ഇറങ്ങാറില്ല. അവിടെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന കസ്റ്റമർ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതില് വന്ന വണ്ടിയാ? ഇപ്പൊ ആൾക്കാരുണ്ടായിരുന്നല്ല വണ്ടിയില്. അവര് ഡോക്ടറെ കാണാൻ വേണ്ടി. ഞാൻ കയറിയ വീട്ടിലും ഡോക്ടറാ, 2 ഡോക്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വളഞ്ഞങ്ങോട്ട് പോയില്ലേ അല്ലേ? വളഞ്ഞു പോയി. അവിടെയൊക്കെ ഡോക്ടേഴ്സാണ്. ഞങ്ങളുടെ വഴി ഇതുവഴിയും പോകാം. ചോറ്റാനിക്കര ഇതുവഴി സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇനിയിപ്പോ വൈകുന്നേരം ആയി കഴിയുമ്പോ തിരക്കുമായിരിക്കും, കാശും കൂടുതൽ. എന്നും ഇറങ്ങണല്ലോ, ഇറങ്ങുമ്പോ എല്ലായിടം ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. എനിക്ക് വൈകിട്ട് ഗസ്റ്റ് ഉണ്ട്. മേഡം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വെറുതെ വിട്ടിരിക്കണേ. എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്. അത് ചോറ്റാനിക്കരാണ്. വൈകിട്ട് അമ്മൻ തിരക്കാവും അല്ലേ? ശനിയാഴ്ച അല്ലേ? തിരക്കായിരിക്കും. ലുലു ഇല്ലല്ലോ, പാർക്ക് പോലെ ഒന്നും വാങ്ങിച്ചില്ലല്ലോ. ആളുകൾ ഒന്ന് കൂടുന്നത് എവിടെയാണ്? ഒന്നും വാങ്ങണ്ട, ചുമ്മാ കറങ്ങി നടക്കാലോ. ഇതിപ്പോ നേരെ കേട്ടില്ല തോന്നല്ലോ ഇവിടെ വണ്ടി. ഇതിലേ പോവാൻ പറ്റില്ല, കറങ്ങി പോണം. താഴെക്കൂടെ ഇപ്പൊ ഒരു വഴി ഇട്ടിട്ടുണ്ട് അവര്. താഴെക്കൂടെ വഴി ഇട്ടേണം. പണ്ട് ആ വഴി ഇല്ലായിരുന്നു. അതിലേ കൂടി കറങ്ങി വരണം. ഒന്നും കൂടി കറക്കമുണ്ടായിരുന്നു. ഇപ്പൊ ഒരു യൂട്ടേൺ കൊടുത്ത് ചെറുതായിട്ട് പാലത്തിനടി കൂടി. യൂബർ ഓടിക്കാൻ തുടങ്ങി. ഞാൻ 7 മാസം അത്രയായിട്ടുള്ളൂ. ബാക്ക് ടു ബാക്ക് ഓട്ടം കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എയർപോർട്ടിലേക്ക് ഒരു ഓട്ടം പിടിച്ച് പോയതാണ്. അവിടെ കുറെ നേരം നിന്ന്. പിന്നെ അവിടെ കുറെ വണ്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഓട്ടം കൊടുത്തു കഴിഞ്ഞ ശേഷമേ നമുക്ക് കിട്ടുള്ളൂ. ക്യൂലായിരിക്കും. ഞങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ യൂബർ പിടിച്ചാ പോവാറ്. എളുപ്പം അതാ. റേറ്റ് കുറവാണല്ലോ. റേറ്റ് കുറവൊന്നല്ല, വണ്ടി അവിടെ കൊണ്ടിടണം. അല്ലെങ്കിൽ പിന്നെ ഒരു ഡ്രൈവറെ വേറെ വെളിയിൽ നിന്ന് നമ്മൾ എത്ര പരിചയമുള്ളവരാണെങ്കിലും അവര് കുറച്ച് ഓടിയിട്ടൊക്കെ വണ്ടി കൊണ്ട് വരും. യൂബർ ആദ്യമൊക്കെ പാവൻ ഡ്രൈവർമാരെയൊക്കെ ഒത്തിരി ചാക്കിട്ടു. അവരെല്ലാം വീണു. ജോലി കളഞ്ഞിട്ട് പോലും വന്നവരുണ്ട്. വണ്ടികളൊക്കെ ഇറക്കി കുറെ പേര് നല്ല ജോലി കളഞ്ഞു. വണ്ടി ഞാൻ ഇതേപോലെ എല്ലായിടത്തും സംസാരിച്ച പോണേ. അപ്പൊ അവരിങ്ങനെ പറയും,
ജോലിയും കളഞ്ഞു. ചിലവര് ജോലി കഴിഞ്ഞ് 5 മണിക്ക് ശേഷം ഓടണവരുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ ലോണിൽ വണ്ടി എടുത്താലും നഷ്ടമല്ലല്ലോ വേണം, ഇത്ര അടച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് കമ്മീഷൻ കുറച്ച് പെട്ടെന്ന് അവർക്കൊരു അടിയായി. കൊറോണ വന്നില്ലേ, അടിക്കാത്തവര് കഴിച്ചു പോകൂലേ. കൊറോണ വന്ന് എല്ലാരും പോയി. പിടിച്ചു നിൽക്കാൻ ഓരോരുത്തരെ കഥ കേൾക്കണം, പിടിച്ചു നിൽക്കാൻ. പിന്നെ എനിക്ക് വൈൽഡ് ലൈഫ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്. ഞങ്ങളിപ്പോഴും പോവും. വയസ്സൊക്കെ ആയി, അത് നോക്കണ്ട, എന്നാലും ഞങ്ങൾ പോവും. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച കേരള കൊച്ചു കാര്യമല്ല, കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലായിരുന്നു മൈഗ്രേറ്ററി ബേർഡ്സ്. ഹിമാലയത്തില് 4 പ്രാവശ്യം പോയി. പിന്നെ ഭൂട്ടാനിൽ പോയി, തായ്ലാൻഡിൽ പോയി, കെനിയയിൽ പോയി. അതിലുള്ളൊരു ഗൈഡാണ്, ഞങ്ങള് ഗൈഡ്സ് ആണ് കൊണ്ടുപോകണം ഞങ്ങളെ. അവരില്ലെങ്കിൽ വേറെ ഒരാള് IT പ്രൊഫഷണൽ ജോലിയുള്ള ആള് രാജിവെച്ചിട്ട് ഗൈഡിന്റെ ജോലി തുടങ്ങി. 4-5 പേരെ കൊണ്ടുപോകും, 3-4 ദിവസത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടും. അടിപൊളി. അയാൾക്ക് കൊറോണ വന്നപ്പോ ആള് പറയണ കഥ വേണം കേൾക്കാം. ഇന്ന് മരിക്കണോ ചാണോ പറഞ്ഞൂടാ, കാരണം ട്രിപ്പില്ലല്ലോ. അയാൾക്ക് ഡെയിലി വരുമാനം വേണ്ടേ, നല്ല ജോലി, എഞ്ചിനീയറാ. അയാള് കളഞ്ഞിട്ട് ഇച്ചിരിയെങ്കിലും ജീവിച്ച നേഴ്സുമാരും ഡോക്ടർമാരും ജീവൻ പണയം വെച്ച് ജീവിച്ചു. അത്രയും അവർക്ക് ലീവ് എടുക്കാനും പറ്റൂല, അവർക്ക് കൊറോണ മാറി നിൽക്കാൻ പറ്റൂല. അപ്പൊ അവരെയൊക്കെ ജീവിതങ്ങൾ പണയം വെച്ചിട്ട് അവര് ഇതിന്റെ പുറകെ പോയി. അവസ്ഥയിലായിപ്പോയി. അയ്യോ, അല്ലാതെ പയ്യന്മാരെല്ലാം എന്തുവാ, ഏത് ജാതിയായാലും മതമായാലും മരിച്ചാലും ചടങ്ങ്, എല്ലാം ചടങ്ങ്. കൊറോണ വന്നപ്പോ ഡ്രോപ്പ് എന്ന് പറ കയറ്റി വിടൂലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ മറ്റേ റോഡിൽ കൂടെ പോകാൻ പറഞ്ഞു. പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. വളരെ സന്തോഷം. ഞാൻ ഇങ്ങനെ പിള്ളേരായിരിക്കും മിക്കവാറും, കൊച്ചു പിള്ളേരായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയപ്പോ മലപ്പുറമായിരുന്നു. ഊബർ ബുക്ക് ചെയ്യാതെ കിട്ടി എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പിള്ളേരാട്ടോ. വഴി വെച്ച് കിട്ടി അല്ലേ. അതൊക്കെ ദൈവം നമുക്ക് ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ട്. വഴി വെട്ടി വെച്ചിരിക്കുക, നമ്മൾ അതിലേ പോയാ മതി. ഇവിടെ മതി പോണേ. ഞാൻ ഇതിലേ കേറാറ്. സാരല്ല, നടക്കാം. ഇതിലെ ഫ്രണ്ട് ഗേറ്റ്, മെയിൻ ഗേറ്റ് ഇതാണ്. ഓക്കെ, താങ്ക് യു. 30 വെച്ചിട്ടുള്ളേ. മതി ചേഞ്ച് ഇല്ല, അത് മതി, കുഴപ്പമില്ല. താങ്ക് യു. വഴിന്ന് കിട്ടിയതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എല്ലാവർക്കും കൈ കാണിച്ചൊന്ന് കയറിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ കൈ കാണിച്ച് കയറിയ മേഡം ഉണ്ടത്. എത്ര രൂപയെന്ന് ചോദിച്ചു. കാരണം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പറഞ്ഞ ബേസ് ചാർജ് എന്നാൽ മതി, 130 രൂപയൊക്കെ കാണിക്കുള്ളൂ ബുക്ക് ചെയ്യാൻ നേരത്ത്. 150 രൂപ മാക്സിമം, അതിൽ കൂടുതൽ കാണിക്കൂല. ഞാൻ പറഞ്ഞു 130 അല്ലെങ്കിൽ 150, അതിൽ കൂടുതൽ കാണിക്കൂല മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി ഓക്കെ, പുള്ളിക്കാരത്തിക്ക് നടക്കാൻ വയ്യായിരുന്നു. നല്ല രീതിയിൽ നൈസ് കമ്പനി അടിച്ച് ഇങ്ങോട്ട് പോകുന്നില്ല. എടാ ഇങ്ങോട്ട് വന്ന് കയറണടാ. അത് പുള്ളിക്കാരത്തിനെ നിങ്ങൾ കണ്ടില്ലേ, നിൽക്കാൻ പറ്റാതെ അവസ്ഥയായിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ പൊക്കിയപ്പോൾ ഞാൻ നിർത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ വണ്ടിയിൽ വന്നു ലുലു മാളൊരാക്കോ മോനെ, ഓട്ടോ നോക്കിയിട്ടൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ് കയറിക്കോളൂ. അങ്ങനെ ആയിരിക്കണം നമ്മ ആക്റ്റീവായിട്ട്. ഇപ്പൊ കമ്പനി അടിച്ചിട്ടില്ലേ, ഇതേപോലെ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തന്നെയാണ്, മനഃപൂർവ്വം കേൾപ്പിച്ചു തന്നെയാണ്. കാരണം ഇത് ഊബർ കസ്റ്റമർ അല്ല, ഇത് എനിക്ക് കൈ കാണിച്ച് കയറിയ ഒരു കസ്റ്റമർ ആയതുകൊണ്ടാണ് ആ കസ്റ്റമറിന്റെ ഡയലോഗ് നിങ്ങളെ കേൾപ്പിച്ചത്. മനസ്സിലായത്? ഊബറിന്റെ കസ്റ്റമർ അല്ല ഇത് ഓൾറെഡി എനിക്ക് കൈ കാണിച്ച് കയറിയ ഒരു കസ്റ്റമർ ആയതുകൊണ്ടാണ് കസ്റ്റമർ റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയടാ. അതെനിക്ക് ലൈവായിട്ട് എടുക്കാൻ പറ്റിയത്. അപ്പോൾ മച്ചാന്മാരെ ഇതേപോലെ തന്നെയാണ് എല്ലാ കസ്റ്റമറും കയറുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ കഥകളെല്ലാം ഇതേപോലെ തന്നെയാണ്. മനസ്സിലായോ? ഇതൊരു
ചെറിയൊരു ഡോസ് മാത്രം. ഇതിലും വലിയ കഥകളൊക്കെയാണ് നടന്നേക്കണത്. മാക്സിമം എനിക്ക് വീഡിയോ എടുത്ത് ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് ശരിയാവില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ നൈസായിട്ട് ഇങ്ങനെ ആക്കിക്കണത്. ആ മേഡം ഇറങ്ങിയപ്പോൾ തന്നാൽ 130 രൂപ ഉണ്ടതേ. 130 രൂപ കറക്റ്റായിട്ട് തന്നു. 120 ഒരു 10-ൻ്റെയും കൂടി ഉണ്ട് കണ്ടോ, 130. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒന്നും തോന്നരുത്, ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൂട്ടി കൊടുക്കണേ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവിടെ എന്ന് പറഞ്ഞു. അത് റെക്കോർഡാണെന്ന് തോന്നണ്ട അതൊക്കെ. നൈസ്. എന്തായാലും മേഡം തന്ന ഒരു 10 രൂപ നമുക്ക് എടപ്പള്ളി പുണ്യാളന് നേർച്ചിട്ടിട്ട് വരാം. എടപ്പള്ളി വരുമ്പോൾ ഞാൻ എന്തായാലും എടപ്പള്ളി പുണ്യാളുടെ അടുത്ത് കയറാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കയറിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കയറിയായിരുന്നു, ശരിയാണ്. നമ്മുടെ മറ്റേ കസ്റ്റമർ നമ്മൾ റെൻറ്റിൽ കിട്ടിയില്ലേ, ആ കസ്റ്റമറെ നമ്മൾ ആക്കിയത്. കഴിഞ്ഞ ആഴ്ച കയറി, ഈ ആഴ്ച കയറിയിട്ടില്ല. ശനിയാഴ്ച നമുക്ക് നൈസായിട്ട് കൊണ്ട് പുണ്യാളിനോട് നേർച്ചിട്ടിട്ട് വരാം. പെട്ടെന്ന് തന്നെ നിറച്ചിട്ട്, കാരണം നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉള്ള സ്ഥലമാണ്. ഓടിച്ചെന്ന് നിറച്ചിട്ടിട്ട് വണ്ടിയിലോട്ട് ഓടിക്കറി. അപ്പൊ തന്നെ ഒരു ട്രിപ്പ് അത് പുണ്യാളൻ. കണ്ടാ, മേഡത്തിന് മനസ്സിലായിട്ടോ ഞാൻ പെട്ടുപോയിരുന്നു. ഏയ് പുണ്യാളൻ കസ്റ്റമർ എടുത്തിട്ടില്ല, ഒന്ന് കറങ്ങിപ്പോയി. ഇപ്പൊ പള്ളൂർത്തിലേക്ക് നേവിഗേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛന്മാരെ ഞാനിപ്പോ ഫോറം മാളിലാണ്